ടി.പി. ജയചന്ദ്രൻ, ഇതിലൊരു പ്രധാന വിഷയമുള്ളത് ഞാൻ കഴിഞ്ഞ തവണയും ചോദിച്ചത്, നിങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിലടക്കം പ്രതിപക്ഷം ഉയർത്താൻ പോകുന്ന ഒരു വിശ്വാസ രാഷ്ട്രീയത്തിൻ്റെ വിഷയത്തെ, പൂരത്തിൻ്റെ വിഷയത്തെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? പ്രതിപക്ഷം വിശ്വാസികൾക്കൊപ്പം നിലയുറപ്പിച്ചുകൊണ്ട് പൂരവുമായി ബന്ധപ്പെട്ട താല്പര്യമുള്ള എല്ലാ മതങ്ങളിലും പെട്ട സാംസ്കാരികോത്സവത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരോട് ഐക്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇനി അതിനെ നേരിടാൻ പോകുന്നത്? വളരെ മൂർച്ചയുള്ളൊരു ആയുധമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. പൂരം മാത്രമല്ല, അതിന്റെ കൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഇത്തരത്തിലുള്ള ഉപജാപങ്ങളെ സംബന്ധിച്ചുമുണ്ട്, വെളിപ്പെടുത്തലുകളെ സംബന്ധിച്ചുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മുഴം പിന്നെയാണോ സഞ്ചരിക്കുന്നത്? തുടങ്ങാൻ നിങ്ങൾ വൈകിപ്പോയോ? പ്രതിപക്ഷം നിരത്തിലേക്ക് ഇറങ്ങി ബ്ലോക്കിൽ പ്രതിഷേധങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ടി.പി. അല്ല, കോൺഗ്രസ് കുറച്ചുകൂടെ നേരത്തെ തുടങ്ങുന്നതാണ് ഞങ്ങൾക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിക്കട്ടെ, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ എത്രയോ മുമ്പേ ഇറങ്ങിയില്ലേ അരുൺകുമാറെ? ഇവര് മുരളീധരനും നേതാക്കന്മാരുടെയൊക്കെ പഴയകാല പ്രസ് കട്ടിങ് വീഡിയോ കട്ടിങ് എപ്പോഴെങ്കിലും ഒന്ന് ഒഴിവ് കിട്ടുമ്പോൾ എന്താണ് സാർ? അതായത് ബാക്കി എല്ലാ ഇടങ്ങളിലും മത്സരിച്ചിട്ട് കോൺഗ്രസ് അല്ല, കോൺഗ്രസ് ശശി തരൂരിന്റെ ഭൂരിപക്ഷവും ബാക്കിയുള്ളിടത്ത് കോൺഗ്രസിന്റെ ഭൂരിപക്ഷവും ആലത്തും മറ്റേ ഇവിടെ മത്സരിച്ച വിജയമൊക്കെ ഒന്ന് എല്ലാം ഒന്നെടുത്ത് പരിശോധിക്കട്ടെ. രണ്ടെണ്ണം അന്വേഷിക്കാനാണ് ഇപ്പൊ കമ്മിറ്റിയെ വെച്ചത്. അതല്ലേ ആശ്വസിച്ചോളൂ മിസ്റ്റർ ജ്യോതികുമാർ ചാമക്കാല, നിങ്ങൾക്ക് ആശ്വസിക്കാം. നിങ്ങൾ ഇന്ന് നിരന്തരമായി പടവലങ്ങൾ പോലെ ഉടുതുണിയും അടിവസ്ത്രവും അഴിഞ്ഞ് കോൺഗ്രസിന്റെ എന്തിനാണ് സാർ അസ്വസ്ഥരാവുന്നത്? നിങ്ങളൊന്ന് കേൾക്കുന്നേ. ചർച്ചയ്ക്ക് മര്യാദ കാണിക്കേ. നിങ്ങൾക്ക് അവസരം വരുമ്പോ ജ്യോതികുമാർ, ഞാൻ നിങ്ങളോട് പണ്ട് ചർച്ച പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ BP ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കണം, നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിക്കണം. മര്യാദയല്ല. ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കണം, മൂലക്കുരു നിയന്ത്രിക്കണം, മരുന്ന് കഴിക്കണം, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം. ഒരു സംവാദത്തിന് ഉത്തരം പറയണമെങ്കിൽ എതിർഭാഗത്തിന്റെ വ്യാധഗതികൾ കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന സഹിഷ്ണുത എന്ന വാക്കിന്റെ അർത്ഥം പറയണം, ജനാധിപത്യം എന്നതിന്റെ വാക്കിന്റെ അർത്ഥം പഠിക്കണം, എന്നിട്ട് ചർച്ചയ്ക്ക് വരണം. മൂലക്കുരുവും ബ്ലഡ് പ്രഷറും നിയന്ത്രിച്ച് എതിരാളികളുടെ വാദഗതികൾ കേട്ടിരുന്ന് നിങ്ങളുടെ അവസരം വരുമ്പം മറുപടി പറയുന്നതാണ് ജനാധിപത്യത്തിൽ അനിവാര്യമായ പ്രക്രിയ. അതിനാണ് രാഷ്ട്രീയത്തിലേക്ക് വരാം. ടി.പി. ഏത് വിഷയവും പൊതുസമൂഹത്തിൽ അത് അദ്ദേഹത്തോടൊന്ന് അദ്ദേഹത്തിന്റെ BP മരുന്ന് കഴിക്കാൻ പറഞ്ഞു, മരുന്ന് കഴിക്കാൻ പറ സമയത്തിന്. ഇങ്ങനെ ചെയ്യില്ലല്ലോ, ശരിയല്ലല്ലോ. അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയോ? ഞാൻ അദ്ദേഹം പറയുമ്പോൾ മിണ്ടിയിട്ടില്ല. ഡോക്ടർ അരുൺകുമാർ, ഒരു കാര്യം ശരിയാണ്, ഏത് വിഷയവും ചർച്ച ചെയ്യാൻ BJP തയ്യാറാണ്. കോൺഗ്രസുമായിട്ട് പൂരം കലക്കലാണോ? ഞാൻ ചോദിക്കും, 6 വർഷമായി ജ്യോതികുമാർ പൂരം കലക്കുന്നു. എന്റെ സംശയത്തില്ല. പൂരം കലക്കി എന്ന് പ്രതിപക്ഷം പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പൂരം കലക്കി എന്നൊരു പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പൂരം കലക്കാൻ ഒരു ശ്രമം നടന്നു. ആ ശ്രമത്തിൽ കോൺഗ്രസിന്റെ പങ്ക് തിരിച്ചറിഞ്ഞതുകൊണ്ട് പ്രതാപൻ മത്സരിച്ചെടുത്ത് കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയി. ഇത് മുഖ്യമന്ത്രിയുടെ ശബ്ദമാണ്. പൂരം കമ്മിറ്റി പൂരം കലക്കാൻ ഒരു ശ്രമം, പൂരം അലങ്കോലമാക്കാൻ ഒരു ശ്രമം അവിടെ നടന്നു. ടി.പി. ജയചന്ദ്രൻ പറയുന്നത് എക്സാക്ട്ലി അതേ വാചകമാണ്. അല്ല, ഈ ചർച്ചയിൽ ഞാൻ പറയും, ചർച്ച നയിക്കുന്നത് ഡോക്ടർ അരുൺകുമാറാണ്. അത് പറയും ജ്യോതികുമാർ ചാമക്കാലയും പറയും, ഈ ചർച്ച നയിക്കുന്നത് ഡോക്ടർ അരുൺകുമാറാണ് എന്ന് പറഞ്ഞാൽ അരുൺകുമാർ ഈ ചർച്ചയിൽ ജ്യോതികുമാർ ചാമക്കാലയും ജയചന്ദ്രൻ പറയുന്ന രണ്ടും എല്ലായ്പ്പോഴും ഒന്നാണ് എന്നാണോ? അതിൻ്റെ ശ്രമം നടന്നപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കൃത്യമായിട്ട് എൻ്റെ മുമ്പിൽ കടലാസുകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കെ മുരളീധരനെ എത്ര തവണ അവിടുത്തെ പൂരസ്നേഹികൾ വിളിച്ചു? എന്തേ മുരളീധരൻ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നുറങ്ങാൻ പോയി? അദ്ദേഹത്തിന് ബാധ്യത ഉണ്ടായിരുന്നില്ലേ കണ്ണിൽ എണ്ണയൊഴിച്ച് പൂരത്തെ സംരക്ഷിക്കാൻ? എന്തേ അദ്ദേഹം ഉറക്കമൊഴിച്ച് അദ്ദേഹം ഉറങ്ങാൻ പോയി? എന്തേ അവിടുത്തെ കോൺഗ്രസ്സുകാർ വിളിച്ച് അദ്ദേഹം എഴുന്നേറ്റില്ല?
എന്തേ കലക്ടർ എഴുന്നേറ്റില്ല? അല്ല ടി പി ജയചന്ദ്രൻ, എന്തേ പൂരം കലങ്ങുമെന്ന് കരുതി സ്ഥാനാർത്ഥി ഉറങ്ങാതിരിക്കുകയും ആംബുലൻസ് റെഡിയായി അദ്ദേഹത്തിന്റെ വീട്ടിൽ തയ്യാറാക്കി നിർത്തുകയും എന്തേ ആ ആംബുലൻസിൽ അതിവേഗം പൂരത്തിൽ ഉറങ്ങാതിരുന്ന സ്ഥാനാർത്ഥി ഓടി ഈ സ്ഥലത്തേക്ക് എത്തുകയും റവന്യൂ വകുപ്പ് മന്ത്രി പോലും വരുന്നതിലും വേഗത്തിൽ സ്ഥാനാർത്ഥി അവിടെ എത്തുകയും ചെയ്തു? അരുൺകുമാറെ, അതാണ് ഞങ്ങളുടെ വിശ്വാസ്യതയും ഞങ്ങളുടെ കൃത്യനിർവഹണവും. പൂരം കലങ്ങുമെന്ന വിശ്വാസം, നിതാന്ത ജാഗ്രതയും കണ്ടെത്തലുകളും അതിനുള്ള പ്രതിരോധവുമാണ് ബി.ജെ.പി. ഞങ്ങൾ അഭിമാനിക്കുന്നു. ജനങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് ഓടിയെത്തുന്ന ഒരു സ്ഥാനാർത്ഥിയായി കലങ്ങുമെന്ന വിശ്വാസത്തിലാണോ ഉറങ്ങാതിരുന്നത്? അരുൺകുമാറിനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. കഴിഞ്ഞ ചർച്ചയിൽ നിങ്ങൾ 3 പേരെ കൊണ്ടുവന്നു എന്നെ പ്രതിരോധിക്കാൻ. ഒരക്ഷരം മിണ്ടാൻ നിങ്ങൾ എന്നെ അനുവദിച്ചില്ല. ഡോക്ടർ അരുൺകുമാർ ഓർക്കുന്നുണ്ടോ ആ ചർച്ച? എന്നെ സംസാരിക്കുമ്പോൾ തുടക്കം മുതൽ നിങ്ങൾ 3 പേരെ കൊണ്ടുവന്നു എന്നെ ഒറ്റയ്ക്ക് നേരിടാൻ. ഓർക്കുന്നോ ചർച്ച? ഒരക്ഷരം മിണ്ടാൻ നിങ്ങൾ എന്നെ അനുവദിച്ചില്ല. ചോദിച്ചു, ഞാൻ മറുപടി പറയാം. അങ്ങനെ അല്ല, ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറുചോദ്യം ചോദിക്കരുത്. ചോദ്യങ്ങൾ മാത്രമാവരുത്, ചോദ്യങ്ങൾക്ക് ഉത്തരവും പറയാൻ അവസരം തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മര്യാദ അല്ലെങ്കിൽ അനുഭവം ഞങ്ങൾ കൂടി തരിക. ഞാൻ ചോദിക്കട്ടെ, പൂരം സുരേഷ് ഗോപിക്ക് വരാൻ വേണ്ടി ആരെങ്കിലും കലക്കാൻ നിന്നപ്പോൾ മറ്റുള്ളവർ പോയി ഉറങ്ങിക്കിടന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടാണോ? ഞങ്ങൾക്ക് അരുൺകുമാർ ആ സംവിധാനമുണ്ട്. ഏത് പ്രദേശത്തും ഇത്തരത്തിൽ വയനാട് ദുരന്തമുണ്ടായപ്പോഴും ഞാൻ ഇവിടെ കിടക്കുന്ന എനിക്ക് വിവരം കിട്ടിയത് എങ്ങനെയാ? ഒരുപക്ഷെ പലരും കിടന്നുറങ്ങിയിട്ടുണ്ടാകും. അന്ന് കൃത്യമാ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉറക്കൊഴിഞ്ഞ് ഭാരതത്തിലെ പ്രതിരോധ സേനയോട് തയ്യാറായി സ്ഥലത്തെത്താനും കുര്യനോട് വിളിച്ച് സ്ഥലത്തെത്താനും പറഞ്ഞത്. അതാണ് ഈ രാജ്യത്തെ ജനം ആഗ്രഹിക്കുന്ന പ്രതിരോധവും ഈ രാജ്യത്തെ ജാഗ്രതയും. ഡോക്ടർ അരുൺകുമാർ, ഞങ്ങൾ അഭിമാനിക്കുന്നു. ജനങ്ങൾക്കൊരു വിഷയമുണ്ടാകുമ്പോൾ, ഏതുതരം വിഷയമുണ്ടാകുമ്പോഴും കൃത്യനിർവഹണത്തിന് വേണ്ടി ഓടിയെത്തുന്ന ഭരണകൂടങ്ങളും അതിനെ പിന്തുണയ്ക്കുന്നവരും കിടന്നുറങ്ങുമ്പോൾ ജാഗരൂകരായി നിൽക്കാനും അതാണ് ഡോക്ടർ അരുൺകുമാർ സുരേഷ് ഗോപിക്ക് അവിടെ കിട്ടിയത്. മറ്റുള്ളവർ ഇസ്തിരി വഴങ്ങാത്ത ഷർട്ടുമിട്ട് വലിയ പ്രസ്താവനകൾ നടത്തുമ്പോൾ കോൺഗ്രസിൻ്റെ അന്വേഷണ കമ്മിറ്റി പറഞ്ഞ മാതിരിയിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള സേവാ പ്രവർത്തനങ്ങൾ, അവർക്ക് ആവശ്യമുള്ള സഹകരണവുമായി സുരേഷ് ഗോപി എത്തി. അദ്ദേഹത്തെ ജനം സ്വീകരിച്ചു. അത് കേരളം മുഴുവൻ മാറുമ്പോൾ മറ്റൊന്നുകൊണ്ടും ഇവർ അതൃപ്തരാവരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കോൺഗ്രസ് ഇനിയും മുന്നോട്ട് പോകട്ടെ. ഇവരിപ്പോൾ തുടങ്ങുന്നത് നിർത്തരുതേ എന്ന് മാത്രമാണ്. ഞങ്ങളുടെ പണി കുറച്ചും കൂടി എളുപ്പത്തിലാകും.